ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസി തകർന്നു പോവുകയില്ല. കാരണം അവൻ ക്രിസ്തു എന്ന പാറമേൽ പണിയപ്പെട്ടവനാണ്. അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രത്യാശയും അവൻ്റെ ആശയും അവൻ്റെ ഉറപ്പും ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചിരുന്നാലും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. നീ ഉറപ്പോടെ തന്നെ നിൽക്കും. കുലുങ്ങാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റടിക്കാത്ത ജീവിതം എന്നല്ല അർത്ഥം. കൊടുങ്കാറ്റടിച്ചിരുന്നാലും നിങ്ങൾ ഉറപ്പോടുകൂടെ നിൽക്കും. ഓരോ ദിവസവും ദൈവവചനത്തിൽ നമ്മൾ ഉറച്ചുകൊണ്ടേയിരിക്കണം. ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ മുൻപിലോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ദൈവമക്കൾ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ പ്രതീക്ഷിക്കണം, പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം, പ്രതികൂലങ്ങൾ പ്രതീക്ഷിക്കണം. പക്ഷേ അപ്പോഴും ഉള്ളിലൊരു വലിയൊരു ഉറപ്പുണ്ടായിരിക്കണം. ഏത് കൊടുങ്കാറ്റ് വന്നിരുന്നാലും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം ഞാൻ എൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിൽ ക്രിസ്തു എന്ന പാറമേൽ ഇട്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. അവിടെയും നമ്മളെ ഇന്നും ദൈവം നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, എന്നെ ഇത്രയും പ്രതിസന്ധികളുടെ മധ്യത്തിലും എന്നെ നിർത്തിയതിനായിട്ട് നന്ദി. ഇനിയും എന്നെ മുമ്പിലോട്ട് അങ്ങ് നയിക്കണമേ. ഏത് പ്രതിസന്ധിയിലും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകുവാൻ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ജീവിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളിലും എന്നെ വീണു പോകാതെ അങ്ങയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ. നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയും ഈ പ്രതികൂലങ്ങളും ഈ രോഗത്തിൻ്റെ അവസ്ഥകളും ഒക്കെ അതിജീവിക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.